നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ജയിലിൽ നിന്നിറങ്ങിയ ഒരു തടവുകാരി ജയിലിൽ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത് വളരെ ഞെട്ടലുണ്ടാക്കുന്നതാണ്. കാരണം ഇന്ന് നമ്മുടെ ജയിലിൽ സുഖജീവിതം എന്ന് അർത്ഥം കൂടിയുണ്ട്. പല കുറ്റകൃത്യങ്ങളിൽ, അത് കൊലപാതകവുമാവാം, പീഡനവുമാവാം, അല്ലാതെ എല്ലാ തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്കും ശിക്ഷ അനുഭവിക്കുന്ന സ്ഥലമാണ് ജയിൽ. എന്നാൽ ഈ ജയിലിലേക്ക് പോകുന്ന കുറ്റവാളികൾക്ക് പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ തങ്ങുന്ന രീതിയിലുള്ള സുഖ സൗകര്യങ്ങളാണ് അതിനുള്ളിൽ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ തരത്തിലുള്ള ജീവിതമാണ് ജയിലിനുള്ളിൽ ചില ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലൊന്നാണ് കാർണവർ വധക്കേസ് പ്രതി ഷെറിൻ ജയിലിലായ കാലം മുതൽ ഇത്രയും വർഷത്തോളം അവിടെ ജീവിച്ചിരുന്നത് എന്നാണ് സഹതടവുകാരി കൂടിയായിട്ടുള്ള ഒരു യുവതി ഇപ്പോൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. ഏതായാലും ഷെറിന് വേണ്ടി കേരളത്തിന് അങ്ങോളം ഇങ്ങോളം ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ സ്വാധീനവും അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഉന്നതരുടെ കരങ്ങളെല്ലാം തന്നെ ചർച്ചയാകുന്ന ഒരു വേളയിലാണ് ഷെറിന്റെ സഹതടവുകാരി തന്നെ ഷെറിന് അതിനുള്ളിലെ ജീവിതത്തെക്കുറിച്ച്, ജീവിതശൈലിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. ഏതായാലും ഇനി ഇതിൽ എന്തായിരിക്കും തീരുമാനം, ഷെറിന്റെ ഭാവി എന്തായിരിക്കും എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് ഒരേ ഒരാളാണ്, അത് ഗവർണറാണ്. ആ ഫയൽ ഇപ്പോഴും ഗവർണറുടെ കയ്യിലാണ്. കാർണവർ വധക്കേസ് പ്രതി ഷെറിനെ അട്ടക്കുളകര ജയിലിൽ മേക്കപ്പ് സാധനങ്ങൾ അടക്കം അനുവദിച്ചിരുന്നെന്ന സഹതടവുകാരിയുടെ ആരോപണം രാജ്ഭവൻ എന്തായാലും ഗൗരവത്തിലെടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഷെറിന് ശിക്ഷ ഇളവ് നൽകുന്നതിനെതിരെ രമേശ് ചെന്നിത്തല ഗവർണർ രാജേന്ദ്ര ആർലേക്കറിന് പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ ആരോപണത്തിൽ അടക്കം വിശദീകരണം സർക്കാരിൽ നിന്നും രാജ്ഭവൻ തേടിയേക്കും. ഷെറിന് തടവ് ശിക്ഷയിൽ ഇളവ് നൽകാൻ സാധ്യത ഏറെയാണ്. ഫയൽ പരിശോധിച്ച് നിയമവശങ്ങൾ നോക്കിയേ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകൂ എന്നാണ് രാജ്ഭവൻ നൽകുന്ന സൂചന. നിലവിൽ ശിക്ഷ ഇളവിനായി സർക്കാർ ശുപാർശ ചെയ്ത ഒരു തടവുകാരിയുടെ ഫയൽ ഗവർണറുടെ തീരുമാനം കാത്ത് രാജ്ഭവനിലുണ്ട്. ഇക്കാര്യത്തിൽ പരിശോധന നടന്നിട്ടില്ല. കഴിഞ്ഞ ആഴ്ച ചേർന്ന മന്ത്രിസഭ ഷെറിന്റെ ശിക്ഷ ഇളവ് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചെങ്കിലും ഇത് സംബന്ധിച്ച ഫയൽ രാജ്ഭവനിൽ എത്തിയിട്ടില്ല. 3 ജീവപര്യന്തം ലഭിച്ച ഷെറിനെ ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. 14 വർഷത്തെ ജയിൽവാസം കഴിഞ്ഞ മുറയ്ക്കാണ് അവർക്ക് ശിക്ഷ ഇളവിനായി സർക്കാർ ശുപാർശ ചെയ്തത്. ജീവപര്യന്തം സംബന്ധിച്ച മുൻകാല സുപ്രീം കോടതി വിധികളും രാജ്ഭവൻ പരിശോധിക്കും. ഷെറിന്റെ കാര്യത്തിൽ സർക്കാർ അസാധാരണമായ തിടുക്കം കാട്ടിയെന്ന വിമർശനം രാജ്ഭവന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒരു മന്ത്രി ഷെറിന്റെ മോചനത്തിനായി ഇടപെട്ടെന്ന കാര്യവും ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മരിച്ച കാരണവരുടെ ബന്ധുവും പറഞ്ഞിരുന്നു. പരാതി വരികയാണെങ്കിൽ ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ച് അന്തിമ തീരുമാനത്തിലേക്ക് ഗവർണർ എത്തുമെന്ന് രാജ്ഭവൻ വൃത്തങ്ങൾ പറഞ്ഞു. മാത്രമല്ല, മുൻ ഗവർണറായിട്ടുണ്ടായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനാണ് ഇപ്പോൾ കേരളത്തിലെ ഗവർണർ. എന്തായിരിക്കും അദ്ദേഹം എടുക്കാൻ പോകുന്ന തീരുമാനം എന്നുള്ളത് ഊഹിക്കാവുന്നതേയുള്ളൂ. എന്നാൽ പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, അദ്ദേഹം ചുമതലയേറ്റ് 2 മാസം മാത്രമാണ് ആകുന്നത്. അദ്ദേഹം കേരളത്തിലെ കാര്യങ്ങളെക്കുറിച്ചും പഠിച്ചു വരുന്നതേയുള്ളൂ. അപ്പോൾ അദ്ദേഹം എന്ത് തീരുമാനം എടുക്കും എന്നുള്ളതും ഏറെ നിർണായകമാണ്. വധശ്രമ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ഷെറിന്റെ തൊട്ടടുത്ത സെല്ലിൽ കഴിഞ്ഞിരുന്ന വാടാനപ്പള്ളി സ്വദേശി സുനിതയാണ് താൻ കണ്ട കാഴ്ചകൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. ഷെറിൻ ജയിലിലെ ഭക്ഷണം കഴിച്ചിരുന്നില്ലെന്നും 3 നേരവും പുറത്തുനിന്ന് ജയിൽ അധികൃതർ ഭക്ഷണം എത്തിച്ചു നൽകുകയായിരുന്നെന്നാണ് സുനിത പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ എത്രത്തോളം സ്വാധീനം ആ ജയിലിനുള്ളിൽ ഷെറിൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. നേരത്തെയും സുനിത പരാതി നൽകിയിരുന്നു. സ്വന്തം ഫോൺ യഥേഷ്ടം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം സെല്ലിൽ ഷെറിന് അനുവദിച്ചിരുന്നു. അന്നത്തെ ജയിൽ വകുപ്പ് ഉന്നതനുമായി, ഉന്നത രാഷ്ട്രീയ പ്രവർത്തകനുമായി ഷെറിന് ബന്ധമുണ്ടായിരുന്നു. തടവുകാരുടെ വസ്ത്രത്തിന് പകരം വെള്ളത്തുണി പുറത്തുനിന്ന് എത്തിച്ച് സ്വന്തമായി തയ്ച്ചെടുത്ത വസ്ത്രങ്ങളാണ് അവർ ധരിച്ചിരുന്നതെന്നും വെളിപ്പെടുത്തലുണ്ടായിരുന്നു. 6-7 ജോഡി വസ്ത്രങ്ങൾ സ്വന്തമായിട്ടുണ്ടായിരുന്നു. ഇതുകൂടാതെ വില കൂടിയ മേക്കപ്പ് സാധനങ്ങൾ സെല്ലിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് എന്ത് കാര്യത്തിലാണോ ഷെറിൻ ജയിലിൽ പോയത് എന്നറിയാം. സ്വന്തമായി സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു പ്രായമായിട്ടുള്ള ഒരു ആളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയുള്ള ശിക്ഷയ്ക്കാണ് ഷെറിൻ ജയിലിൽ പോയത്. എന്നാൽ ജയിലിനുള്ളിൽ ചെന്നിട്ടും അവിടെയും ഷെറിന് സ്വർഗ്ഗലോകം തന്നെയായിരുന്നു. തനിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും, വസ്ത്രങ്ങളും, മേക്കപ്പ് സാധനങ്ങളും, ഭക്ഷണവും എല്ലാം തന്നെ അവിടെ ഷെറിന്റെ മുൻപിലേക്ക് എത്തിയിരുന്നു എന്ന് വേണം പറയാൻ. ഈ സുനിത നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു വട്ടം സെൽ റെയ്ഡ് ചെയ്തപ്പോൾ 10,000 രൂപയോളം വില വരുന്ന മേക്കപ്പ് സാധനങ്ങളാണ് ഷെറിന്റെ പക്കൽ നിന്ന് പിടിച്ചെടുത്തത്. ഷെറിന് മാത്രം സെല്ലിൽ കിടക്ക, തലയണ, കിടക്കവിരികൾ എന്നിവ എല്ലാം തന്നെ സൗകര്യങ്ങൾ അവിടെ ജയിലിനുള്ളിൽ ഒരുക്കിയിരുന്നു. ജയിൽ ഓഫീസിൽ നിന്ന് സെല്ലിലേക്ക് നടക്കുമ്പോൾ വെയിൽ കൊള്ളാതിരിക്കാൻ കുട പോലും അനുവദിച്ചു. ഷെറിന്റെ സുഖവാസത്തിനെതിരെ പരാതി നൽകിയതിനും സുനിതയ്ക്കെതിരെ ഭീഷണി ഉയരുന്നതായും പറയുന്നുണ്ട്.
അട്ടക്കുളങ്ങര ജയിലിൽ ഷെറിന് ലഭിച്ചത് VIP പരിഗണനയായിരുന്നുവെന്ന് സുനിത പറയുന്നു. ഷെറിന് ജയിലിൽ മൊബൈൽ ഫോണും കണ്ണാടിയും മേക്കപ്പ് സെറ്റും വരെ ലഭിച്ചിരുന്നു. ഷെറിന് VIP പരിഗണന നൽകിയത് അന്നത്തെ ജയിൽ DIG പ്രദീപാണെന്നും സുനിത ആരോപിച്ചു. അതായത് ജയിലിനുള്ളിലും ഫുൾ മേക്കപ്പോടുകൂടി തന്നെയാണ് ഷെറിന് നടക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവിടെ ലഭിച്ചിരുന്നു. നമ്മൾ ഇത്തരം സീനുകളൊക്കെ നമ്മൾ ചില സിനിമകളിൽ കണ്ടിട്ടുണ്ട്. അതിനുള്ളിലെ ജയിൽ കാണിക്കുമ്പോഴെല്ലാം നമ്മൾ കണ്ടിട്ട് ഒരുപക്ഷെ ഇത്തരത്തിൽ സ്വാധീനമുള്ള ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവർക്കും ഇതുപോലുള്ള സുഖ സൗകര്യങ്ങളോട് കൂടി ജയിലിൽ കഴിയാനുള്ള ഒരു അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൗകര്യത്തോടു കൂടി അവർ ജീവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത് സിനിമയൊന്നുമല്ല, ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലെ ജയിലിൽ നടക്കുന്നത്. അത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഈ ഒരു സഹതടവുകാരിയായിട്ടുണ്ടായിരുന്ന സുനിത ഇപ്പോൾ വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരുന്നത്. മന്ത്രിസഭാ യോഗം ഷെറിന് ശിക്ഷ ഇളവ് ശുപാർശ ചെയ്തതിന് പിന്നാലെയാണ് സഹതടവുകാരിയായിരുന്ന സുനിത വെളിപ്പെടുത്തലുകളുമായി രംഗത്തുവെത്തിയത്. 2013 ശേഷമുള്ള സമയത്താണ് സുനിതയും ഷെറിനും അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ ഒരുമിച്ചുണ്ടായിരുന്നത്. സുനിതയുടെ തൊട്ടടുത്ത സെല്ലിലായിരുന്നു ഷെറിൻ. മാത്രമല്ല പല ദിവസങ്ങളിലും രാത്രി 7 മണിക്ക് ശേഷം ഷെറിനെ സെല്ലിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാറുണ്ടെന്നും 2 മണിക്കൂറോളം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ തിരികെ വരാറുള്ളതെന്നും സുനിത ആരോപിച്ചു. ഷെറിനെ ഭക്ഷണം വാങ്ങാൻ ക്യൂ നിൽക്കണ്ട, 3 നേരവും അവർ പറയുന്ന ഭക്ഷണം ജയിൽ ജീവനക്കാർ പുറത്തുനിന്ന് വാങ്ങി നൽകും. സ്വന്തം മൊബൈൽ ഫോണും ഉണ്ടായിരുന്നു. തടവുകാർക്കുള്ള വസ്ത്രമല്ല ഷെറിൻ ധരിച്ചിരുന്നത്. മേക്കപ്പ് സാധനങ്ങൾ ലഭിച്ചിരുന്നു. സൂപ്രണ്ടിന് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല. പിന്നീട് കൊച്ചി ബ്ലൂ ബ്ലാക്ക് മെയിലിംഗ് കേസിലെ പ്രതി ബിന്ധ്യ തോമസ് ജയിലിലെത്തി. ഷെറിന്റെ ഫോൺ പിന്നീട് ബിന്ധ്യയ്ക്ക് കൊടുത്തിരുന്നു. ആ സമയത്ത് ഞാൻ ആ ഫോൺ പിടിച്ചു വാങ്ങി സൂപ്രണ്ടിന് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല. പിന്നീട് ജയിലിലെ പരാതി പെട്ടിയിലും പരാതി എഴുതിയിട്ടും അതിലും നടപടി ഉണ്ടായില്ല. ഇതിനുശേഷം സൂപ്രണ്ടും ജയിൽ DIG പ്രദീപും അടക്കമുള്ളവർ എന്നെ ചോദ്യം ചെയ്തു, ഭീഷണിപ്പെടുത്തി. പ്രദീപ് സാർ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഷെറിനെ കാണാൻ വരും. വൈകിട്ടാണ് വരാറുള്ളത്. ലോക്കപ്പിൽ നിന്ന് 7 മണിക്ക് ശേഷം ഷെറിനെ ഇറക്കിയാൽ 1.5-2 മണിക്കൂറിന് ശേഷമാണ് തിരികെ കയറ്റാറുള്ളത്. 1 മാസത്തിന് ശേഷം ഞാൻ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ അന്നത്തെ DGP സെൻകുമാറിന് ഈ വിവരങ്ങളെല്ലാം സഹിതം പരാതി നൽകി. എന്നാൽ അട്ടക്കുളങ്ങര ജയിലിലെ അന്തേവാസികളെ അപമാനിക്കുന്ന രീതിയിൽ ഞാൻ പ്രസ്താവന നടത്തിയെന്നും എനിക്കെതിരെ നടപടിയെടുക്കുമെന്നും ചൂണ്ടിക്കാണിച്ച ഒരു നോട്ടീസാണ് തനിക്ക് കിട്ടിയത്. ഇതോടെ വിവരാവകാശ നിയമപ്രകാരം ചില വിവരങ്ങൾ തേടി ഷെറിനെതിരെ കൊലക്കുറ്റത്തിന് പുറമെ കവർച്ചാ കുറ്റവുമുണ്ട്. അങ്ങനെയുള്ളവർക്ക് പരോളിന് നിയന്ത്രണമുണ്ട്. എന്നാൽ 1 വർഷത്തിനുള്ളിൽ തന്നെ ഷെറിന് പരോൾ നൽകിയിരുന്നു. ഇത് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചു മനസ്സിലാക്കിയതോടെ ഷെറിന് സൗകര്യങ്ങൾ നൽകിയതിന് ജയിലിലെ 2 ഉദ്യോഗസ്ഥരെ സെൻകുമാർ സ്ഥലം മാറ്റി. പക്ഷെ അത് താൽക്കാലികമായ നടപടി മാത്രമായിരുന്നു. താൻ വീണ്ടും വിവരാവകാശ നിയമപ്രകാരം കാര്യങ്ങൾ തിരക്കിയപ്പോൾ ഷെറിനെ അട്ടക്കുളങ്ങരയിൽ നിന്ന് വിയൂരിലേക്ക് മാറ്റി. 20 വർഷത്തിലേറെയായി ജയിലിൽ കഴിയുന്ന 5-6 സ്ത്രീ തടവുകാരുണ്ട്. അതിൽ കണ്ണിന് കാഴ്ചയില്ലാത്തവർ വരെയുണ്ട്. അവർക്കൊന്നും ഇളവ് ലഭിച്ചില്ല. ഷെറിൻ ഇറങ്ങുന്നതിൽ പരാതിയില്ല, ഇറങ്ങിക്കോട്ടെ. പക്ഷെ 20 വർഷമായി ജയിലിൽ കിടക്കുന്നവരുമുണ്ട്. അവർക്കും ഇളവ് ലഭിക്കണമെന്നാണ് സുനിത പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇതിനു മുൻപും സുനിത അതിനു മുൻപ് തന്നെ ഇപ്പോൾ ഈ തുറന്നു പറച്ചിലിന് മുൻപ് തന്നെ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം നേടിയിട്ടുണ്ട്. പലയിടത്തും പരാതിയും നൽകിയിട്ടുണ്ട്. ജയിലിനുള്ളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള പല കാര്യങ്ങളിലും സുനിത മുൻകൈ എടുത്ത് തന്നെ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള നടപടികളും ഈ ഒരു നിയമത്തിന്റെ ഭാഗത്ത് നിന്ന് സുനിതയ്ക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് സുനിത പറയുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ഒരു ശിക്ഷ ഇളവ് ഷെറിന് നൽകാൻ നമ്മുടെ മന്ത്രിസഭയടക്കം തീരുമാനിച്ച സമയത്തിലാണ് സുനിത തന്റെ കയ്യിലുണ്ടായിരുന്ന രേഖകളും അതുപോലെ തന്നെ വിവരങ്ങളെല്ലാം തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഏതായാലും വളരെ നിർണായകമാണ് ഈ ഒരു സുനിതയുടെ ഈ ഒരു വെളിപ്പെടുത്തൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു പുറത്തിറങ്ങിയ ശേഷം അമേരിക്കയിലേക്ക് പറക്കാമെന്നുള്ള ഷെറിന്റെ സ്വപ്നത്തിന് രാജ്ഭവൻ കൂച്ചുവിലങ്ങിടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.